അതെ. പക്ഷേ അവിടെ കർണാടകയിൽ ഒറ്റക്കെട്ടായി ബിജെപി ആവശ്യപ്പെടുന്നത്, അവിടെ ജനപ്രതിനിധികൾ ആവശ്യപ്പെടുന്നുണ്ട് പലപ്പോഴും. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പോവുകയും ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് തിരിച്ച് ഇവിടെ ഒരു ഒറ്റക്കെട്ടായിട്ട് നിൽക്കാത്തത്? ബിജെപിക്ക് താല്പര്യമില്ല അവിടെ കർണാടകയിൽ? അത് ഞങ്ങൾക്ക് താല്പര്യമുള്ളത് കൊണ്ടാണല്ലോ വികസിത കേരളം എന്നുള്ള ഒരു സങ്കല്പം യാഥാർത്ഥ്യമാക്കാൻ ഞങ്ങൾ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി. കേരളത്തിൻ്റെ റെയിൽവേ വികസന രംഗത്ത് എന്താണോ വേണ്ടത്, അതൊന്ന് അടിസ്ഥാന രംഗത്തെ വികസനം ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട്. മാത്രം ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ട് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ നടത്തിയ ചർച്ചയെ തുടർന്നാണ് പ്രതിപക്ഷത്തിരുന്നു കൊണ്ടും ഈ വികസിത കേരളം നടപ്പാക്കാൻ സാധിക്കും എന്ന് ഞാൻ തീരുമാനിച്ചത്. ഞങ്ങൾ എല്ലാ മന്ത്രിമാരും കണ്ടു. വേണമെങ്കിൽ ഞങ്ങൾ കൊടുത്ത നിവേദനം കാണിച്ചു തരാം. ഞങ്ങൾ അടിസ്ഥാന സൗകര്യത്തിന് വികസനം ആദ്യം കൊടുത്തത് 2 പുതിയ തീവണ്ടികളെക്കുറിച്ച്, പുതിയ തീവണ്ടികൾ, പുതിയ കോച്ചുകൾ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച്, നമ്മുടെ യാത്രക്കാർക്ക് എന്താണോ ആവശ്യം അത് ഞങ്ങൾ ഓൾറെഡി അവതരിപ്പിച്ചിട്ടുണ്ട്, ഇനിയും അവതരിപ്പിക്കാൻ പോകുന്നുണ്ട്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നിലമ്പൂർ നിങ്ങൾക്കറിയാം, ഷൊർണൂരിൽ നിന്ന് ഞാൻ PACയുടെ ചെയർമാനായ സമയത്താണ് നമ്മുടെ ഈ അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിൻ്റെ ആ നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. ഇപ്പം എൻ്റെ ഒരു പരിമിതമായ, ഞാൻ വലിയ PAC ചെയർമാൻ എന്നുള്ള നിലക്ക് വലിയ ചുമതലയാണ് ഞാൻ പറയുന്നില്ല, പക്ഷേ ചെറിയ ആ ഒരു പരിമിതമായ ഒരു ചുമതല വഹിച്ചുകൊണ്ട് കേരളത്തിലെ 35 സ്റ്റേഷനുകൾ ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് 8 മന്ത്രിമാരാണ് അന്ന് UP കാലത്തുണ്ടായിരുന്നത്. മലബാറിലുണ്ട്, മധ്യ കേരളത്തിലുണ്ട്, തെക്കൻ കേരളത്തിലുണ്ട്, ഇല്ലേ? ഞാൻ ചോദിക്കുന്നത്, നിങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകരല്ലേ? നമ്മുടെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ എന്താ വികസനം ഉണ്ടായത്? പയ്യന്നൂരിൽ എന്താ ഉണ്ടായത്? കോഴിക്കോട് എന്താ ഉണ്ടായത്? ഇനി 2 പേര് ക്യാബിനറ്റ് 2 മന്ത്രിമാർ ആലപ്പുഴ ജില്ലക്കാരാണ്, ഞങ്ങൾക്കറിയാലോ. അന്നത്തെ ഞാൻ ആ പേര് വെറുതെ പറയുന്നില്ല. എന്നിട്ട് എന്താ ഞാൻ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ എന്ത് വികസനമാണ് ആ കാലത്തുണ്ടായത്? 2 ക്യാബിനറ്റ് മിനിസ്റ്റർ മാത്രമല്ല, അന്നത്തെ UPA ഭരണത്തെ നിയന്ത്രിച്ചതാണ് അതിലൊരാൾ. എന്താ ഉണ്ടായത്? പക്ഷെ ഇന്ന് ഞങ്ങൾ വികസനത്തിന് വേണ്ടി ഞങ്ങൾ കേരളത്തിൽ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് സമീപിക്കുന്നു, കൊണ്ടുവരും. ഇനി എന്താണോ കേരളത്തിലെ റെയിൽവേ വികസനത്തിന് ആവശ്യം അത് കൊണ്ടുവരാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധ. അത് രാഷ്ട്രീയമൊന്നുമല്ല, വികസനമാണ്. ഞാൻ സംസാരിച്ചല്ലോ, ഞങ്ങൾ കേരളത്തിലെ റെയിൽവേ വികസനത്തിന് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, അത് ചെയ്തതിനോടെ ഞങ്ങൾ കോൺഗ്രസ്സുകാർ പോലെ പൊട്ടയായ വാഗ്ദാനമല്ല. ഞങ്ങൾ കണ്ടു, ഞങ്ങൾ പറഞ്ഞു, പിന്നെ ഇവിടെ എറണാകുളത്തുനിന്നും പിന്നെ ബാംഗ്ലൂർക്ക് പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് 8 കോച്ചുകളേ ഉള്ളൂ. യാത്രക്കാരുടെ വിവിധ സംഘടനകളുണ്ട്, ഞങ്ങൾക്കറിയാലോ. മാധ്യമ സുഹൃത്തുക്കൾ എറണാകുളം ഭാഗത്തുള്ള ഞങ്ങളോട് ഇത് പരാതിയുമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ വേണ്ടത്ര ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾ കണ്ടു, ഞങ്ങൾ നടപ്പാക്കി, ഉദ്ഘാടനം കഴിഞ്ഞു. അതുപോലെ തന്നെ ആദ്യം 100 സ്പെഷ്യൽ ട്രെയിൻസുകൾ നിങ്ങളെല്ലാം വാർത്ത കൊടുത്തതാണ്. ആദ്യം റെയിൽവേ മന്ത്രി തന്നെയാണ് അക്കാര്യം പ്രഖ്യാപിച്ചത്, നിങ്ങൾ വാർത്ത കൊടുത്തു. അത് പോരാ എന്നുള്ളത് മാധ്യമങ്ങളുടെ ഭാഗത്ത് വന്നു. ശരിയാ, അത് മതിയായില്ല. ഞങ്ങൾ വീണ്ടും മന്ത്രിയെ കണ്ടു, വീണ്ടും 100 സ്പെഷ്യൽ ട്രെയിൻസ് അനുവദിച്ചിട്ടുണ്ട്, ഓടിക്കൊണ്ടിരിക്കുക. ഇപ്പം ഞങ്ങൾ കേരളത്തിലെ വികസനത്തോടൊപ്പം പക്ഷെ ഈ ഒന്നും ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ ഈ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത് നമുക്ക് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേന്ദ്ര പദ്ധതികൾ, ജനോപകാരപ്രദമായ പദ്ധതികൾ, ഈ വികസന വിപ്ലവം അത് തമസ്കരിക്കാനുള്ള ആസൂത്രമായി നീക്കുക. ഇവർക്ക് ഇതേ സാധിക്കും. ഇവർക്ക് വികസനം കൊണ്ടുവരാൻ സാധ്യമല്ല, ആരെങ്കിലും കൊണ്ടുവരുന്ന വികസനത്തെ തമസ്കരിക്കുക.